ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റഡ് ആയി വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷാംപൂ റിവ്യൂ ആയിട്ടാട്ടോ. അപ്പോൾ ഷാംപൂ റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ള ഷാംപൂ ഞാൻ മുന്നേ എൻ്റെ പല ഷോർട്സിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഷാംപൂ ഒന്ന് ചെമ്പരത്തി താളി, മറ്റൊന്നും ചെമ്പരത്തി താളി. ഈ രണ്ട് ഷാംപൂസാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു, ഇത് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് റിവ്യൂ ചെയ്യാമോ. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തു ഷോർട്സ് ആയിട്ട് റിവ്യൂ ചെയ്യാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് കാര്യം ഇതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം ഇത് രണ്ടും താളിയാണ്. ഒന്ന് ധാത്രിയുടെ താളി, മറ്റൊന്ന് ചെമ്പരത്തി താളി, അതായത് KP നമ്പൂതിരീസിന്റെ ചെമ്പരത്തി താളി. ഞാൻ ഒരു 4-5 വർഷമായിട്ട്, ഇല്ലെങ്കിൽ മിനിമം 3 വർഷമെങ്കിലുമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ധാത്രിയുടെ ഈ താളിയാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ താളി ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് യൂസ്ഡ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നല്ല ധാരണ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് പറയാം. ഇത് ഷാംപൂ ഒരു ലൂസും അല്ല തിക്കും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഷാംപൂ ആണ്. ഒരു ഗ്രീൻ, നമ്മുടെ താളി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഷാംപൂ ആണ്. ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ചെമ്പരത്തിയുടെ താളിയുടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബ്രഹ്മി, അങ്ങനെ കറ്റാർവാഴ, നെല്ലിക്ക, അങ്ങനത്തെ കുറെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കുളി കഴിഞ്ഞതിന് ശേഷമാട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയൊരു സമയം അതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഷാമ്പു ഞാൻ യൂസ് ചെയ്യുന്നത് കപ്പിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, അപ്പോൾ തന്നെ ആഫ്റ്റർ ദ ഷാമ്പു വാഷ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ധാത്രിയുടെ ഈ താളി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മുടി ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നില്ല. എൻ്റെ മുടിയുടെ ഒരു നോർമൽ ടെക്സ്ചർ കീപ്പ് ചെയ്യാൻ ഈ താളി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം കണ്ടീഷണർ യൂസ് ചെയ്യണം, കുറച്ച് എപ്പോഴെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ മുടിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ പരമാവധി കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അധികം കണ്ടീഷണർ യൂസ് ചെയ്യാത്തത് കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒക്കേഷണലി യൂസ് ചെയ്യാറുണ്ടില്ല എന്നല്ല, ഈ മുടി പരത്തിയിട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ പരമാവധി ഞാൻ സ്കിപ്പ് ചെയ്യാണ് ചെയ്യാറ്. അങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ള മെയിൻ കാരണം, ഞാൻ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഹെയർ വാഷ് നന്നായിട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ ധാത്രിയുടെ ഈ താളിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് അധികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരാറില്ല, മുടി ഡ്രൈ ആയിട്ട് വരാറുമില്ല. ആ സമയത്ത് എനിക്ക് കണ്ടീഷണർ യൂസ് ചെയ്യുകയും ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഈ ഒരു ചെമ്പരത്തി താളിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയുക മെറിറ്റ് എന്നോ അല്ലെങ്കിൽ നല്ലൊരു കാര്യം, നല്ല വശം എന്ന് പറയുന്നത് അതാണ്. മേ ബി ചിലപ്പോൾ കെമിക്കൽ ഫ്രീ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഒരു പ്രോഡക്റ്റ് കെമിക്കൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ നമുക്കിതിങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 100% ഒരിക്കലും നാച്ചുറൽ ആവില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു വെൻ കമ്പയർ ടു അതർ ഷാംപൂസ് ഇതിൽ കുറച്ചും കൂടി കെമിക്കൽ ഫ്രീ ആണ്, അത് കെമിക്കൽ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഷാംപൂ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ചെമ്പരത്തി താളിയെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഈ ധാത്രിയുടെ ചെമ്പരത്തി താളിയെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ഈ KP നമ്പൂതിരീസിന്റെ ചെമ്പരത്തി താളിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനും ആതിരയും കൂടി, ഞാൻ എൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ആതിരയും കൂടിയിട്ട് ഒരു തവണ നെസ്റ്റോയിൽ പോയി. ഇത് മാത്രമല്ല, പ്ലം ആണെന്ന് തോന്നുന്നു, വേറൊരു ബ്ലൂ ബോട്ടിലുള്ള ഷാമ്പു, എനിക്ക് തോന്നുന്നു ഒരു സ്കൈ ബ്ലൂ ബോട്ടിലുള്ള ഷാമ്പൂവിൻ്റെ ഷോർട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഷാമ്പു തീർന്നിട്ട് മേടിക്കാൻ പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നെക്സ്റ്റ് പോയി, എനിക്ക് രണ്ടാമത് ഫേസ് വാഷ് അങ്ങനെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞു, എന്നും ധാത്രിയല്ലേ ഉപയോഗിക്കുന്നത്, പിന്നെ അത് മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴും എന്നോട് ആ ചേച്ചി 100 തവണ പറഞ്ഞു, എന്നും സ്ഥിരമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ധാത്രി എന്നെ മേടിച്ചോ എന്ന് എന്നോട് 100 തവണ പറഞ്ഞത്. അപ്പം ഞാനത് കേട്ടില്ല. അപ്പം എനിക്ക് തോന്നിയൊരു പരീക്ഷണാർത്ഥം ഇത് മേടിക്കാമെന്ന് തോന്നിയത് കാരണമാണ് ഞാൻ KP നമ്പൂതിരീസിന്റെ അങ്ങനെ വേറൊരെണ്ണം മേടിച്ച് ഉപയോഗിക്കാം എന്ന് തോന്നിയത് കാരണമാണ് ഞാൻ ഈ ധാത്രിയുടെ താളി മേടിക്കാതെ KP നമ്പൂതിരീസിന്റെ ഈ ഒരു താളി മേടിച്ചത്. കഥ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ആദ്യം കൊണ്ടുവന്നു. അപ്പോഴും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാലേ ഇത്ര ഉണ്ടായിരുന്നു,
ഇത്രത്തോളം എന്തായാലും മിനിമം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ആദ്യത്തെ മേടിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇത് ഉപയോഗിക്കേണ്ടി വന്നില്ല. പിന്നെ ഞാൻ നെക്സ്റ്റ് ഇത് കഴിയാറായപ്പോൾ അപ്പോൾ മാറ്റി ഉപയോഗിക്കാം എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ ഇടുന്നതാണല്ലോ, റിവ്യൂ ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലമ്മിൻ്റെ ഷാമ്പു യൂസ് ചെയ്തു. പ്ലമ്മിൻ്റെ ഷാമ്പു യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട്. നോർമലി ഞാൻ യൂസ് ചെയ്യാത്തൊരു ടെക്സ്ചർ ഓഫ് ഷാമ്പു ആണ്, എനിക്ക് പറ്റിയില്ല. ഞാനതിനെ അങ്ങനെ കണ്ടുള്ളൂ. ബിക്കോസ് ഞാൻ താളി കുറേ 3 വർഷങ്ങളായിട്ട് താളി ഉപയോഗിക്കുന്നു, 3-4 വർഷമായിട്ട് താളി ഉപയോഗിക്കുന്നത്. ഞാൻ പെട്ടെന്ന് വേറൊരു ടൈപ്പ് ഓഫ് ഷാമ്പുലേക്ക് സ്വിച്ച് ചെയ്തത് കാരണമായിരിക്കും എനിക്കത് പറ്റാമെന്ന് കരുതിയിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അവിടെ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ തൊടുന്നത്. ചിലപ്പോൾ വിശാലിനോട് പറയാറുണ്ട് അത് ഉപയോഗിച്ചു. കാരണം അങ്ങനെ ഒരു സേർട്ടൺ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഷാമ്പും അവിടെ വെച്ചിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആ ഒരു ഷാമ്പു യൂസ് ചെയ്തപ്പോൾ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോഴും ഇതിനകത്ത് ഒരു തവണ യൂസ് ചെയ്യാനുള്ള ഷാമ്പും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ ഇതൊരു തവണ കൂടി യൂസ് ചെയ്തു. അന്ന് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എനിക്ക് തിരുവാതിരക്കളിയുടെ സമയത്ത് ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് മറന്നുപോയി, പിന്നെ ഇത് മേടിക്കാൻ മറന്നുപോയി. കാരണം എൻ്റെ അടുത്ത് ഈ ഒരു ഷാമ്പു ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനത് മേടിക്കാൻ മറന്നുപോയത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കാണാത്തവർ എന്തായാലും കയറി കാണണം. തെയ്യത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് തലേന്ന് ഞാൻ മാഷിനെ വിളിച്ചു. മാഷ് പറഞ്ഞു ലോങ് മുടിയാണല്ലോ, മാഷിനെ അറിയാം, അപ്പോൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക, എന്നിട്ട് കണ്ടീഷണറൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോഴും എനിക്ക് താളി യൂസ് ചെയ്തവരെ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടി വരാറില്ലല്ലോ. ആരും ഓവർ കോൺഫിഡൻസ് ചെയ്യാൻ വേണ്ട പക്ഷേ കണ്ടീഷണർ ഇടണ്ട, ഞാൻ ഷാമ്പു ഇട്ടിട്ട് വരാം. എനിക്ക് പിന്നെ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ അന്ന് തലേന്ന് ഇത് യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സോറി കേട്ടോ, മുടി നന്നായിട്ട് വെള്ളം ഒറ്റുന്നുണ്ട്, അതുകൊണ്ട് ഡ്രസ്സൊക്കെ നനയുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു. ഞാൻ നോർമലി ഹെയർ വാഷ് ചെയ്യുന്ന പോലെ ഇത് വാഷ് ചെയ്തു കഴിഞ്ഞു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. തോർത്തൊക്കെ തോർത്തുൻ്റെ ഒക്കെ അഴിച്ചത് ഈ ഒരു കണ്ടീഷൻ മുടി ജസ്റ്റ് ഉണങ്ങി തുടങ്ങുമ്പോൾ മുടി തോർത്തുകൊണ്ട് അഴിച്ചിട്ടു. എന്നിട്ട് ഞാൻ മുടി ചിക്കറക്കാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ജട പിടിച്ചിട്ടുണ്ട്. എൻ്റെ മുടിയിൽ അങ്ങനെ ഷാമ്പു യൂസ് ചെയ്തിട്ട് ജട പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിക്ക് പറ്റാത്ത ഷാമ്പു അല്ലെങ്കിൽ ഹൈ ആയിട്ട് എൻ്റെ മുടി ഡ്രൈ ആക്കുന്ന ഷാമ്പൂസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി, എൻ്റെ മുടിക്ക് പറ്റുന്നില്ല, ഡ്രൈ ആവുന്നുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു പെട്ടെന്ന് വീണ്ടും നനച്ചിട്ട് കണ്ടീഷൻ ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു കറുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചു. കാരണം അന്ന് പോയതിന് ശേഷം പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും ഞാൻ അത്ര വലിയ കാര്യമൊക്കെ എടുത്തിരുന്നില്ല. പക്ഷെ മുടിയൊക്കെ വേറെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ കഴിഞ്ഞിട്ട് ഇത് മുടി ഭയങ്കര ഡ്രൈ. എനിക്കറിയില്ല എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഹെയർ സെറം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. ഹെയർ സെറം യൂസ് ചെയ്തപ്പോൾ കുറച്ചൊരു മെച്ചം. അല്ലാത്ത പക്ഷെ എങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുടി പറ്റ ഡ്രൈ. ഞാനൊരു കമ്പനീനെ ഞാൻ മോശമാക്കിയിട്ട് പറയുമോ അല്ലെങ്കിൽ ഈ കമ്പനി മോശമായെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. എൻ്റെ പോലത്തെ കുറച്ചൊരു ഹാർഡ് അല്ലെങ്കിൽ ഡ്രൈ ടെക്സ്ചറുള്ള മുടികൾക്ക് പറ്റാത്ത ടൈപ്പ് ഓഫ് താളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ ജപാകുമാരി, മാധ്യാന്തിക എന്നൊക്കെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ല അല്ലേ, അതെന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ എഴുതിയത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇല്ല, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെ എഴുതിയിട്ടില്ല ഇതിൻ്റെ പുറകിൽ. എന്നാൽ എനിക്ക് അതുപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് എനിക്ക് വായിച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതിയിട്ടില്ല. സേഫ്റ്റി യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് എഴുതിയിട്ടില്ല. അതിൻ്റെ പുറകിൽ അങ്ങനെ കാര്യമായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൊടുത്തിട്ടില്ല. മേ ബി വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഷാമ്പു നല്ല ഷാമ്പു, അതേസമയം വിശാഖ യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഈ ബ്രാൻഡിന്റെ കാര്യമാണ് അല്ല പറഞ്ഞത്. ഞാനിതിൻ്റെ ഒരു ഷണ്ടിൻ്റെയും ഒരു കണ്ടന്റ് ആണല്ലോ സാധാരണ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് എന്നെപ്പോലത്തെ ഈ ഡ്രൈ ടെക്സ്ചറുള്ള മുടിയിലേക്ക് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചെമ്പരത്തി താളി ധാത്രിയുടെയാണ്. അത്ര അധികം ഡ്രൈ ആക്കുന്നില്ല. മേ ബി ഇതിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് കൂടുതലുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് പറ്റാത്തത്. നന്നായിട്ട് പറഞ്ഞാൽ ചകിരിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് അതുപോലെയായി എൻ്റെ മുടി. എനിക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാനും പറ്റിയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിപ്പോയി. അപ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഇതിനെപ്പറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടും പറയും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരം ഈ ധാത്രിയുടെ ഈ ചെമ്പരത്തി താളിയാണ് കുറച്ചും കൂടി ബെറ്റർ. KP നമ്പൂതിരീസിൻ്റെ ഇത് ബെറ്റർ ആയിട്ടുള്ള ആളുകൾ മേ ബി കുറച്ചും കൂടി ഓയിലി ടെക്സ്ചർ ആയിട്ടുള്ള മുടി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായാലും ഈ സാധനം അടിപൊളിയായിരിക്കും. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആവാനാവുമല്ലോ താല്പര്യം. ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള മുടിയിലേക്ക് KP നമ്പൂതിരീസിൻ്റെ താളി അത്ര നന്നാവില്ല എന്നാട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യൂട്ടോ. ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ എന്തായാലും ഇങ്ങനെയാണ്. KP നമ്പൂതിരീസിൻ്റെ താളി ഞാൻ ഒരു പരീക്ഷണാർത്ഥം മേടിച്ചിട്ട് പാളിപ്പോയ ആളാണ് ഞാൻ. എൻ്റെ മുടി ഒന്നും കൂടി ഡ്രൈ ആയിട്ട്, ഒന്നും കൂടി എന്നല്ല പറയാം, എക്സ്ട്രീം ആയിട്ട് ഡ്രൈ ആയിപ്പോയി. ബിക്കോസ് മേ ബി ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കൂടിപ്പോയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ എന്തായാലും പരീക്ഷിച്ചിട്ടില്ല, മുടിയിൽ പരീക്ഷണം ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ല എനിക്ക് മുടി കൊഴിച്ചിലുള്ളത് കൊണ്ട് ഞാൻ അധികം പരീക്ഷണത്തിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ദേ എന്നോട് ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ മേലെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും ധാത്രിയുടെ ചെമ്പരത്തിത്താളി കുറച്ചും കൂടി കെമിക്കൽ ലെസ്സാണ്. മേ ബി അതുകൊണ്ടായിരിക്കും, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്, മേ ബി അതുകൊണ്ടായിരിക്കും എൻ്റെ മുടി അത്ര ഡ്രൈ ആക്കുന്നില്ല. എൻ്റെ ഒരു നോർമൽ മുടി ടെക്സ്ചർ ഷാംപൂ വാഷിന് ശേഷം വിത്തൗട്ട് കണ്ടീഷണർ എൻ്റെ മുടിയെ ആ ഒരു ടെക്സ്ചർ കീപ്പ് ചെയ്യാൻ ഈ ഒരു ചെമ്പരത്തിത്താളി, ധാത്രിയുടെ ചെമ്പരത്തിത്താളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ KP നമ്പൂതിരീസിൻ്റെ ഷാംപൂ ആണെങ്കിലോ എനിക്ക് കുറച്ചും കൂടി ഡ്രൈ ഫീലിംഗ് ആണ്. മേ ബി വിത്തൗട്ട് കണ്ടീഷണർ എനിക്ക് മേ ബി ചെമ്പരത്തി താളി ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല KP നമ്പൂതിരീസിൻ്റെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് KP നമ്പൂതിരീസിൻ്റെ താളിയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ധാത്രിയുടെ ചെമ്പരത്തി താളിയാണ്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡ്രൈ ടെക്സ്ചർ ആയിട്ടുള്ള മുടിയുള്ളവരെന്തായാലും ചെമ്പരത്തി താളി ധാത്രിയുടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതല്ല കുറച്ചുകൂടി ഓയിലി ടെക്സ്ചർ ആയിട്ടുള്ള മുടിയുള്ളവരാണെങ്കിൽ ഈ ഒരു KP നമ്പൂതിരീസിൻ്റെ ചെമ്പരത്തി താളി ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നതും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ 2 കുപ്പിയും പൊക്കി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഈ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഞാനാണെങ്കിൽ ഒരു യാത്ര പോകും, ഇടുക്കി വരെ പോകുന്നതിന് വേണ്ടി റെഡി ആവാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.